ഇതിലൊക്കെ വിത്തിട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, അത് പൊടിക്കുന്നില്ല. ഇത് വേറിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെയാണ് പറഞ്ഞ്. ഞാൻ ലുലു മോളിൽ നിന്ന് വാങ്ങിയപ്പോൾ ഒരു വെറൈറ്റി സാധനം കിട്ടി. ചിലപ്പോൾ അത് മുളക്കുണ്ടാവില്ലേ. പിന്നെ ഇവിടെ ലേഡീസ് ഫിംഗർ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഒരെണ്ണം അങ്ങോട്ട് വലുതാവണില്ല. സോയിൽ ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു, സോയിൽ മിക്സ്ചർ. പിന്നെ ഇവിടെ ബനാന, ഇത് വേറെ ലേഡീസ് ഫിംഗറിൻ്റെ. ഇവിടെ ഇതിന് മുട്ടൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരെണ്ണമുണ്ട്. ഇത് ജാതിക്ക, ഇതും ജാതി. അവിടെ ഒരു ജാതി ഉണ്ട്. ഇതൊരു പ്ലാവ്, അവിടെ ഒരു മാവ്. ഇതിൻ്റെ ഇവിടെ 4 മൂട്. ഇന്ന് ഒരെണ്ണം ഇതിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ലേഡീസ് ഫിംഗർ. ഇത് വേറെ ഒരെണ്ണം, ഇത് ഒരെണ്ണം, ഇത് വേറെ ഒന്ന്. അതെടുത്ത് ടർമറിക്ക്. ഇത് എല്ലാം ഇങ്ങനെ ചുറ്റും നടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ വലിയ മരത്തിനും കൂടി കിട്ടിക്കോളും എന്നുള്ള ഒരു ലോജിക്കിൽ നട്ട്. ഫുള്ള് നടണം എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ ഒരുപാട് പണിയുണ്ട്. ഇതൊരു പ്ലാവാണ്. ഇന്ന് പെട്ടെന്ന് എന്താ പറയുക, ഫ്രൂട്ടിങ് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ്. ഫ്രൂട്ട്സ് ഉണ്ടാവുന്നുണ്ട് ചെറുതൊക്കെ, അത് പൂവ് പോലെ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോകും. ഇവിടെ ഒരു ഇത് ജാതി, ഇവിടെ കുറച്ച് ടർമറിക്ക് പണ്ട് നട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് റൈസോംസ് ഇവിടെ ഉണ്ടായിരുന്നു, അതൊന്ന് വളർന്നു വരുന്നു. പിന്നെ ഗ്രീൻ പീസ് ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കുറച്ച് റബ്ബർ മരങ്ങളിൽ നമ്മുടെ ഷെയ്ഡ് കിട്ടുന്നുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ വേറെ ഒന്നും പിടിക്കില്ല, എന്താ വെച്ചാൽ വെയിൽ തീരില്ല. അപ്പോൾ ഇവിടെ നട്ടു നോക്കി ഞാൻ ഗ്രീൻ പീസ്. 5-6 മൂടുണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണമുള്ളൂ. ഇവിടെ ഞാൻ നട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം ബാക്കിയുള്ളൂ. മറ്റേത് ലണ്ടിക്കാൻ തുടങ്ങി. അധികം മഴയും പാടില്ല എന്ന് തോന്നുന്നതിന്. നനവ് കൂടിയെങ്കിലും പ്രശ്നമാണ്. ഇതൊരു പപ്പായ. ഇതിടയ്ക്ക് ഇത് ചേന നട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു ചേന കിട്ടി. അപ്പോൾ എൻ്റെ റൈസോംസ് എടുത്തിട്ട് നട്ടതാണ്. ഇവിടെ 1, 2, 3 ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, പോയി എന്ന് തോന്നുന്നു. പാഷൻ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു, 2 പൊടിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചേന, അത് ഞാൻ കുഴിച്ചിട്ടതാണ്. ഒരു 3-4 മാസമായി കുഴിച്ചിട്ടിട്ട്. ഇപ്പോൾ മഴ പെയ്തപ്പോൾ അതെല്ലാം പൊടിച്ച് വരണേ. പാഷൻ ഫ്രൂട്ടിൻ്റെ വേറെ കുറച്ച് മൂടുകൾ. ഇതെല്ലാം ഞാനൊന്ന് കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞ. ഇവിടെ വേറെ ഒന്നും ഗ്രോ ആവില്ല ഈ തണൽ കാരണേ. അപ്പോൾ ഇതിന് അധികം വെയിലൊന്നും വേണ്ട. ഇതൊരു മാവ്. ഇത് ആരോ വണ്ടി വിളിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായതാ, അവിടെ ഉണ്ടായതാ. ഞാൻ പിന്നെ അവിടെ ഒരു മാവുണ്ട് ഓൾറെഡി, അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. വേറെ ഒരു മാവ്. ഇത് ഇപ്പോഴാണ് പൂക്കണം. എല്ലാ മാവിൻ്റെയും പൂക്കിൻ്റെ സമയം കഴിയുമ്പോഴേ ഇത് പൂക്കണം. മാങ്ങണ്ടായാൽ മതി, കുഴപ്പമില്ല, എപ്പോൾ പൂത്താലും എന്താ അല്ലേ. ഇത് വേറൊരു മാവ്. ഇത് നാടൻ വെറൈറ്റിയാണ്. ഇതും ഇങ്ങനെ നമ്മൾ പർപ്പസ്ലി നട്ടതൊന്നല്ല, തന്നെ പൊടിച്ചു വന്ന. ഇത് നമ്മുടെ ഇത് എന്താ പറയുക, കുടംപുളി. ഇത് ഞാൻ കഴിക്കില്ല, വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണ്. അത് മീനിലൊക്കെ ഇട്ട്. ഇത് അമ്പഴങ്ങ. എന്താ ഒരുപാടുണ്ടാവുന്നുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ. എനിക്കിഷ്ടമാണ്, പക്ഷേ സമയം കിട്ടുന്നില്ല ഇത് പുല്ലൊക്കെ ഇട്ട് വയ്ക്കാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കു. ഇതിൽ ചെറിയ ചിക്കുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കണ്ടോ, ഒരെണ്ണം മാത്രം പിന്നെ വലുത്. പഴുത്തിട്ടില്ല, കുറേ ദിവസമായി. ഞാൻ എല്ലാ ദിവസവും വന്ന് ചെക്ക് ചെയ്യും. ഒരു 3-4 മാസമായി ഞാൻ ദിവസവും വന്ന് ചെക്ക് ചെയ്യും. പഴുത്താണ്. നമ്മുടെ ഗ്രീൻ ചില്ലി, ഇത് ഉണക്കമുളക് വലിച്ചെറിഞ്ഞപ്പോൾ അതിന്നുണ്ടായതാണ്. ഇത് വേറെ ടൈപ്പ് ചില്ലി. ഈ ചില്ലി എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇത് ഇത്തിയുടെ അമ്മ എല്ലാ കറിയിലും ഇതാ ഇടുള്ളൂ, ഇത് തീരെ ഇഷ്ടമല്ല. അത് ഇത് വൈറ്റ് എന്താ പറയുക, പിന്നെ കാന്താരി. ഇത് ഒരു റെയർ സ്പീസീസാണ്, ഗ്രീൻ കാന്താരി. നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. ഇവിടെ ഒരു കയ്പ്പയ്ക്ക ഉണ്ടായിരുന്നു, പക്ഷേ ആ മൊന്തയായപ്പോൾ ദീപ്തിയുടെ അമ്മ അത് കട്ട് ചെയ്തതാണ്. കറിവേപ്പില,
മറ്റേ വേലി ചീര എന്തായിട്ട് പറയാം. അയ്യോ, ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കളഞ്ഞു. സാരില്ല, എന്തായാലും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അത്ര. മുരിങ്ങ, ഇത് നമ്മുടെ എന്താ പറയുക, സീതാഫൽ എന്നൊക്കെ പറയില്ലേ, എന്താണ് അതിന് മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ കസ്റ്റർഡ് ആപ്പിളിൻ്റെ ഇതെല്ലാം വിത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടായതാട്ടാ. ഇത് ഒരു പപ്പായ ട്രീ, ഇതിലൊരെണ്ണം പഴുത്തുണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കോക്കനട്ട് ട്രീ, ഇത് 3 വർഷം ഉണ്ടൊക്കെ കായ്ക്കുന്ന പറഞ്ഞാൽ. വലിയ പരിചരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ 4-5 മാസമായിട്ട് നല്ലോണം വെള്ളം ഒഴിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒന്ന് വെള്ളം ഒഴിക്കും മിക്കവാറും. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിക്കും ഞാൻ, ഒരു ബക്കറ്റ് വെള്ളം. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. ഇതുവരെ ഒന്നും കഴിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇത് ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു കീട അറ്റാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റണ്ടായി പോയി ഗ്രോത്ത്. ഇപ്പോൾ വീണ്ടും കുറച്ച് നോർമലായി വരുന്നുണ്ട്, വലുതുണ്ട്. ഇത് വേറെ ഒരെണ്ണം, ഇതുമ്മിലും ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കുറേശ്ശെ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു അവക്കാഡോ. ഇത് കണ്ടോ, ഭയങ്കര വലിയ ലീഫാണ്. ഇത് അവക്കാഡോ ആണെന്ന് അറിയില്ല. പിന്നെ ഇതൊക്കെ മുരിങ്ങ, ഇവിടെ ഒരു മാവുണ്ട്. ഇത് നെല്ലി, ഇതിലൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. ഇത് ചെമ്പകം, ഞാൻ ഓൺലൈൻ വരുത്തിയതാണ്. വൈറ്റ് ചെമ്പകാണെന്ന് വിചാരിച്ചു, പക്ഷേ ഓറഞ്ചാണ്. അത്ര പൂവ് ഉണ്ടാവണില്ല, ചെറുതാണെന്ന് തോന്നുന്നു. എപ്പോഴും അത്ര വലുതായിട്ടുണ്ടെങ്കിലും അധികം സമയം എടുക്കുമെന്ന് തോന്നുന്നു പൂവ് ഉണ്ടാവാൻ. അധികം കുറച്ചൊക്കെ ഉണ്ടാവാറുണ്ട്, മുകളിൽ 1-2 കാണാറുണ്ട് ചിലപ്പോൾ. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, എഗ് പ്ലാന്റ്. ഇത് വേറെ ഒരു അവക്കാഡോൻ്റെ തൈ അച്ഛനിപ്പോൾ വെറ്റി കുഴിച്ചിട്ട്. അതിൻ്റെ ലീഫ് കണ്ടോ, അതിൻ്റെ ലീഫും ആ ലീഫും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഭംഗിയുള്ള ഇലകൾ. ഇത് വേറെ അവക്കാഡോ. ഇതിൻ്റെ ലീഫ് തീരെ ബ്രോഡല്ല, കണ്ടോ, നല്ല ഭംഗിയുള്ള ലീഫാണ്. ഇതിൽ പൂവൊക്കെ ഉണ്ടായി, പക്ഷെ എല്ലാം കൊഴിഞ്ഞു പോയി. 4-5 വർഷമായി ഇത് നട്ടിട്ട്. ഇത് വേറെ ഒരു മാവ്, ഇതിന്ന് ഒരു 3-4 മാങ്ങ കിട്ടി ഇപ്രാവശ്യം. പച്ച മാങ്ങ, പഴുക്കുമ്പോഴേക്കും അത് കേടുവരണം. ഞാൻ ടെറസിലെ കാണിച്ചു തരാം. ഇതാണ് തണലിന് വേണ്ടിയിട്ട് നടാൻ തുടങ്ങിയത്. ഇത് നമ്മുടെ പടവലങ്ങയാണെന്ന് തോന്നുന്നത്. ഇത് ഈ 2 മൂട്, പിന്നെ ലേഡീസ് ഫിംഗർ, ഇതെല്ലാം എഗ് പ്ലാന്റ്. ഇതും പടവലങ്ങയായിരുന്നു. ഇത് സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയതിൻ്റെ. ഇതിൽ ടൊമാറ്റോ നട്ടുണ്ട്. പൊടിക്കുമെന്ന് അറിയില്ല, എന്താ വെച്ചാൽ ഭയങ്കര വെയിലല്ല മുകളിൽ. നമ്മൾ കുറച്ച് ഗ്രോ ബാഗിൽ നട്ടിട്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാൻ നിന്നില്ല. അത് ലേഡീസ് ഫിംഗർ. ഇതെല്ലാം എഗ് പ്ലാന്റാണ്, വളരെ സ്ലോ ഗ്രോത്താണ്. എന്തോ സോയിൽ മിക്സ്ചർ ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇതിൽ ഫ്രൂട്ടിങ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. കണ്ടോ, ഒരുപാട് പൂവുണ്ട്. കൈ കൊണ്ടൊക്കെ പോളിനേറ്റ് ചെയ്ത് നോക്കി, പക്ഷേ ഈച്ചകളുണ്ട് അവിടെ. അപ്പോൾ ഹാൻഡ് പോളിനേഷൻ്റെ ആവശ്യമില്ല. അടുത്ത ആഴ്ചയിലേക്ക് എന്തെങ്കിലുമൊക്കെ പിടിക്കായിരിക്കും. ഇത് ലേഡീസ് ഫിംഗർ, ബാക്കിയൊക്കെ എഗ് പ്ലാന്റ്. ഇനി ഇത്രയാണോ. ഇവിടെ ഇഷ്ടപ്രകാരം സ്ഥലമുണ്ട്, എന്നാലും സമയം വേണ്ട. സോയിൽ മിക്സ്ചർ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഇവിടുത്തെ മണ്ണില്ലേ, നിറച്ച് കല്ല് നിറഞ്ഞ മണ്ണാണ്. അപ്പോൾ നമ്മൾ അത് ആ കല്ലെല്ലാം മാറ്റിയിട്ട് പിന്നെ ചാണകപ്പൊടിയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള ചാണകപ്പൊടിയാണ്. അതൊക്കെ പൊടിച്ച് പൗഡർ പോലെ ആക്കണം. അപ്പോൾ കൈ കൊണ്ട് ഇടിച്ച് ഒരു വുഡൻ പ്ലാങ്ക് എടുത്തിട്ട് അതിനെ ഇടിക്കും ഞാൻ. ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ എന്നിട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്യും. കോക്കോപീറ്റും കൗഡങ്ങും പിന്നെ സോയിലും, എന്നിട്ടാണ് ഈ ഗ്രോ ബാഗിൽ നിറക്കുന്നത്. പണിയുണ്ട് കുറച്ച്. പിന്നെ വെയിലൊന്നും പറയണ്ട. ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ വെയിലത്ത് നിന്നോളൂ, ആകെ എങ്ങനത്തെ അവസ്ഥയെ നോക്കി. നമുക്ക് വേർത്ത് ടീഷർട്ടൊക്കെ ആകുന്നതാണ്. അതാണ് അവസ്ഥ. അപ്പോൾ അധികം നേരം നിൽക്കാൻ പറ്റില്ല. രാവിലെ നേരത്തെ എണീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വൈകിട്ട്.
അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ രാവിലെ എണീക്കാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയൊക്കെ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അതായത് മെല്ലെ മെല്ലെ അല്ലേ, ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ലെവലിൽ എത്തിയിരിക്കും. മുകളിൽ ടെറസ് മുഴുവൻ അറിഞ്ഞാൽ മതി. അറ്റ്ലീസ്റ്റ് ആ വെയിലൊന്ന് കുറഞ്ഞു കിട്ടുന്നു. അതിന് വേണ്ടിയിട്ടാണ്. വെയിലല്ല, ചൂട് അകത്തില്ലേ, ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ വിങ്ങും. ടെറസല്ലേ, അപ്പോൾ എൻ്റെ ഈ മെറ്റൽ കമ്പികളൊക്കെ. ശരി.